സൗദി ജയിലിൽ 20 വർഷത്തോളം കിടന്നിരുന്ന അബ്ദുൾ റഹീം ഇപ്പോൾ നാട്ടിൽ തിരിച്ചെത്തി. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. വൈകാരികമായ രംഗങ്ങൾക്ക് ആ വീട് സാക്ഷ്യം വഹിക്കുന്നു. ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതിയിരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവനെ കണ്ടതിലുള്ള സന്തോഷത്തിലാണ് അവിടുത്തെ വീട്ടുകാരും നാട്ടുകാരുമൊക്കെ എന്ന് വേണം മനസ്സിലാക്കാൻ. ഉമ്മ അടക്കം അവിടെയുണ്ട്. കരിപ്പൂർ വിമാനത്താവളത്തിലാണ് രാവിലെ എത്തിയത്. ബോബി ചെമ്മണ്ണൂർ അടക്കമുള്ള പ്രമുഖർ റഹീമിനെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. 20 വർഷം വലിയ നീണ്ട പോരാട്ടം ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. നിയമ പോരാട്ടം നടന്നു. മലയാളികളൊക്കെ ഇടപെട്ട് 34 കോടി രൂപയാണ് അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായി പിരിച്ചത്. മറ്റ് പല പ്രമുഖരും ഇതുമായി ബന്ധപ്പെട്ട പണം പിരിച്ചെടുക്കുകയും മറ്റും ചെയ്തു. അതിനുശേഷമാണ് ഇത്ര വലിയ ഒരു മടങ്ങി വരവിലെ കാര്യങ്ങൾ എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. MS അനീഷ് കുമാർ. അനീഷ്, വൈകാരികമായ വികാരനിർഭരമായ രംഗങ്ങൾക്കാണോ ആ ഭവനം സാക്ഷ്യം വഹിച്ചത്? രഞ്ജിത്ത്, തീർച്ചയായും കേരളം ഇന്ന് ബലിപ്പെരുന്നാളിന്റെ ആഹ്ലാദ തിമിർപ്പിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ കോടാമ്പുഴയിലെ അബ്ദുൾ റഹീമിന്റെ കുടുംബത്തിന് കാലം കാത്തുവെച്ച ഏറ്റവും വലിയ ഒരു പെരുന്നാൾ സമ്മാനം ലഭിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും. നീണ്ട 2 പതിറ്റാണ്ടാണ് തടവറയിൽ അദ്ദേഹം ഒരു ദുരിത ജീവിതം അല്ലെങ്കിൽ മരണം കാത്ത് കഴിയുന്ന ഒരു ജീവിതം അദ്ദേഹത്തിന് നയിക്കേണ്ടി വന്നത്. ഓരോ തവണയും പ്രത്യാശയുടെ കിരണങ്ങൾ വരുമ്പോഴും പിന്നീട് എന്തെങ്കിലും സാങ്കേതികതകൾ പറഞ്ഞ് അത് തട്ടി മാറുന്ന ഒരു സാഹചര്യം, പലപ്പോഴും ഒരു അനിശ്ചിതത്വത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്ന സാഹചര്യം. പക്ഷേ അവിടെ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് ഈ പെരുന്നാൾ ദിനത്തിൽ അദ്ദേഹം കോടാമ്പുഴയിലെ തന്റെ വീട്ടിലേക്ക് എത്താനായിരുന്നു വിധി കാത്തുവെച്ച നിയോഗം. എന്തായാലും ഒരുപാട് മനുഷ്യരുടെ സ്നേഹങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ സ്നേഹപൂർണമായ സമ്പാദ്യങ്ങൾ വിനിയോഗിച്ചുള്ള സഹകരണത്തിലൂടെയൊക്കെയാണ് അദ്ദേഹത്തിന് മടങ്ങിയെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ സമാനതകളില്ലാത്ത ഒരു മോചന ദൗത്യമാവും നമുക്ക് ഈ സൗദിയിൽ കാണേണ്ടി വന്നത്. 34 കോടി രൂപ ചിലവഴിച്ചാണ് അദ്ദേഹത്തിന് വിയാതനം നൽകിയാണ് അദ്ദേഹത്തിനെ സൗദിയിൽ നിന്നും വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കി. കഴിഞ്ഞ ജൂലൈയിൽ അദ്ദേഹത്തെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയത്. എങ്കിൽ പോലും ഏതാണ്ട് 10-13 കോടി രൂപ വീണ്ടും ഏതാണ്ട് 50 കോടിയിൽ താഴെ രൂപയോളം തിരിഞ്ഞു വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 12 കോടി രൂപ ഇനിയും അവശേഷിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ തന്നെ പറയുമ്പോൾ അതാണ് കേരളത്തിന്റെ കാരുണ്യം അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളികളുടെയും മലയാളികളല്ലാത്തവരുടെയും ഒക്കെ കാരുണ്യം ഒരുപോലെ ഒഴുകിയെത്തിയ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്ന് രാവിലെ 7:32 റിയാദ് കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ അദ്ദേഹം പറന്നിറങ്ങിയത്. കോടമ്പുഴ മറ്റിലകത്ത് പീഡിയക്കൽ അബ്ദുൾ റഹീമിന്റെ മോചനം ഒരു സ്വർണ്ണ ലിപികളിൽ തന്നെ രേഖപ്പെടുത്താൻ കഴിയുന്ന ഒരു ജീവൻ രക്ഷാ ദൗത്യം എന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തെ ഫറൂഖിലെ വീട്ടിലേക്ക് ഇപ്പോൾ ആളുകൾ ഓരോരുത്തരായി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച, ജനനിബിഡമായി മാറുന്ന ഒരു കാഴ്ച. മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും എല്ലാവരോടും നന്ദി എന്ന ഒറ്റ വാക്കിലാണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുക. കാരണം നമുക്കറിയാം 20 വർഷം മുമ്പാണ് അദ്ദേഹം ഒരു സൗദി ബാലന്റെ ഒരു വധവുമായി ബന്ധപ്പെട്ട് മരണവുമായി ബന്ധപ്പെട്ട് വധശിക്ഷാ കേസിൽ വിധിക്കപ്പെട്ട് അദ്ദേഹം ജയിലിൽ പ്രവേശിക്കുന്ന കാലം. അന്നത്തെ കേരളമല്ല, അന്നത്തെ ആളുകളല്ല, ആളുകളെ പോലും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാറുന്നു. സുഹൃത്തുക്കൾ മാറുന്നു. മറ്റു കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷമൊക്കെ മാറുന്നു. അങ്ങനെ ഒരു പരിചിതമല്ലാത്ത ലോകത്തേക്ക് 20 വർഷത്തെ പ്രവാസ ജീവിതം, അതായത് ജയിലിലെ പ്രവാസ ജീവിതത്തിനൊടുവിൽ അപരിചിതമായ ഒരു ലോകത്തേക്ക് വന്ന ഒരു ആളുടെ ഒരു പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു അമ്പരപ്പ്, കൗതുകമൊക്കെ അദ്ദേഹത്തിന്റെ മുഖത്തിപ്പോൾ നമുക്ക് ദർശിക്കാൻ കഴിയും. ആളുകളൊക്കെ ആകാംക്ഷാഭരിതരായി അദ്ദേഹത്തെ കാണാനായി നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ച. അമ്മ ഫാത്തിമ, നമുക്കറിയാം പലപ്പോഴും നമ്മൾ അവരുടെ പ്രതികരണങ്ങൾ കണ്ടതാണ്. വൈകാരികമായി പ്രതികരിക്കുന്ന, ഒന്ന് കരയാൻ പോലും കഴിയാത്ത, ഇപ്പോൾ ആ അമ്മയെ ആലിംഗനം ചെയ്യുന്ന, കെട്ടിപ്പിടിക്കുന്ന ഒരു ദൃശ്യമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്നത്. അമ്മ പലപ്പോഴും പറയുമായിരുന്നു നമ്മളോടൊക്കെ, എന്റെ മകനെ ഒന്ന് കണ്ടാൽ മതി എന്ന് പറയുമായിരുന്നു. വൈകാരികമായ രംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ. 20 വർഷത്തിന് ശേഷം ഒരു മനുഷ്യൻ സ്വന്തം നാട് കാണുകയാണ്, സ്വന്തം പ്രിയപ്പെട്ടവരെ കാണുകയാണ്. എത്രത്തോളം ചിന്തിക്കാവുന്ന തലത്തിൽ ഒരു മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ ഏതാണ്ട് കാൽഭാഗത്തോളം അവിടെ ജയിലിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് ഇപ്പോൾ തിരിച്ചു വന്ന് തൻ്റെ ബന്ധുക്കളെയും തൻ്റെ പ്രിയപ്പെട്ടവരെയും തൻ്റെ നാട്ടുകാരെയും തൻ്റെ നാടും കാണുന്നത്. നേരത്തെ അനീഷ് പറഞ്ഞ പോലെ സാമൂഹ്യ അന്തരീക്ഷം മാറി, ഭരണം മാറി, രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ മാറി, തലമുറകൾ മാറി. അങ്ങനെ ഒരു നാട്ടിലേക്കാണ് അബ്ദുൾ റഹീം എന്ന ഈ മലയാളി കടന്നു വരുന്നത്. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. നന്ദി എന്ന് മാത്രം പറഞ്ഞാണ് അബ്ദുൾ റഹീമിൻ്റെ
മറുപടി. എം എസ് സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.